പരിശുദ്ധമായ ഇസ്ലാമിനെ വസ്ത്രധാരണത്തെക്കുറിച്ച് കൃത്യമായ തീരുമാനമുണ്ട്. ആണിലും ഉണ്ട്, പെണ്ണിലും ഉണ്ട്. എന്തു കഴിക്കണം വിശ്വാസികൾ എന്നതിനെ സംബന്ധിച്ച് ഖുർആനിന് വ്യക്തമായ നിലപാടുണ്ട്. കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന് നിങ്ങളുടെ ഇണകൾ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിന് നിങ്ങളുടെ കച്ചവടം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന് നിങ്ങളുടെ ക്രയവിക്രയങ്ങൾ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന് നിങ്ങളുടെ വീട് എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന് നമ്മുടെ മക്കൾ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന് നമ്മുടെ ഏതെല്ലാം വിഷയങ്ങൾ നാം ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ടോ അവയൊക്കെ എങ്ങനെയാകണമെന്ന ശരിയായ ഒരു ചിട്ടയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു നൽകാനുണ്ട്. അത് നമുക്ക് പഠിപ്പിച്ചു തരാൻ വന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കലാം നമ്മെ സംസ്കാരങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സംസാരം എങ്ങനെയാകണം, നമ്മുടെ ഇടപാടുകൾ എങ്ങനെയാകണം, നാം എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആൻ ചില പാഠങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ സഞ്ചരിച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി അത് എന്താണ് എന്ന് അള്ളാഹുവിന്റെ കലാം നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നു. അള്ളാഹു നമുക്കെല്ലാം മുഅ്മിനീങ്ങളാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് പറയുമല്ലോ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചില ക്വാളിറ്റികൾ ഉണ്ടെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ വിശാലമായ ജീവിതത്തിന്റെ സംസ്കാരം നമ്മെ പഠിപ്പിച്ചു തരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് നമ്മെ പഠിപ്പിക്കുന്ന വചനമാണ്. അല്ലാഹുവിന്റെ കലാം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഓ മുഅ്മിനീങ്ങളെ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കല്ല. പരിഹാസം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവർ മറ്റുള്ള ആളുകളെ പരിഹസിക്കാൻ പാടില്ല. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. നിങ്ങൾ പരിഹസിക്കുന്ന ആളുകൾ ഒരുപക്ഷേ അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ള ആളുകളായിരിക്കാം. അപ്പൊ ഖുർആനിന്റെ പാഠങ്ങളിൽ ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഓ വിശ്വാസികളെ, മുഅ്മിനീങ്ങൾക്കുള്ള ഉപദേശമാണ്. നമ്മളൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നത് മുഅ്മിനീങ്ങളായിട്ട് ജീവിച്ച് മുഅ്മിനായി മരിക്കണമെന്നല്ലേ? എന്നാൽ ഇത് നമുക്കുള്ള ഉപദേശമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു മാസ്മരികതയാണ്. ചില ആയത്തുകളൊക്കെ ഓതി തീരുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇത് ഉസ്താദ് എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ്, എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. തീർച്ചയായും അല്ല. ഖുർആൻ നമ്മ ഓരോരുത്തരെയും ഉദ്ദേശിക്കുകയാണ്. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രപഞ്ചനാഥന്റെ വർത്തമാനം. അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങുക. അത് ഖുർആനിന്റെ ഒരു മാസ്മരികതയാണ്. ഇത് എന്നെക്കുറിച്ചാണോ പറഞ്ഞത് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കല്ല. സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ പരസ്പരം പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത്. പരിഹാസം അതിരുവിട്ടുപോകരുത്. നമ്മൾ ഒരാളെ ഒരു തമാശ പറഞ്ഞാൽ അയാൾ ഉൾക്കൊള്ളുമെങ്കിൽ ഓക്കെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മളെല്ലാവരും കൂടിയ കൂട്ടത്തില് അയാളെ നമ്മളൊന്ന് തമാശയായി പറഞ്ഞു, നമുക്കറിയാം അയാളത് പൊരുത്തപ്പെടും, ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല എന്ന് തോന്നിയാൽ
പ്രശ്നമില്ല. നേരെ മറിച്ച് അയാൾ അത് പൊരുത്തപ്പെടൂല, അയാൾക്കത് ഇഷ്ടമല്ല, എന്നാൽ അയാളെ പരിഹസിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം. അയാളെ പരിഹസിക്കുന്നത് ആളുകളുടെ ഇടയിൽ വെച്ച് അയാളെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. എന്നാൽ മുഅ്മിനാണോ നമ്മൾ ചെയ്യേണ്ടത്? അതിൽ നിന്ന് നാം തിരിഞ്ഞു നടക്കുക. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരുപക്ഷെ നമ്മളെക്കാൾ നല്ലത് അയാളായിരിക്കാം. അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ളത് അയാൾക്കായിരുന്നെങ്കിലോ, അല്ലാഹു തആല പരിഗണിക്കുന്നവരുടെ പട്ടികയിലാണ് അവരുള്ളതെങ്കിലോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദർറിൽ ഗിഫാരി തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊരു പരാതി പറയാനുണ്ട് നബിയേ. എന്നോട് ബിലാൽ മിണ്ടുന്നില്ല നബിയേ, ബിലാൽ എന്നോട് മിണ്ടുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂദർറേ, ബിലാലും നിങ്ങളും തമ്മിൽ മിണ്ടാതെയായതെന്തുകൊണ്ടാണ്? യാ റസൂലല്ലാഹ്, വർത്തമാനങ്ങളുടെ ഇടയിൽ അറിയാതെ അബൂദറിന്റെ പരിധി വിട്ടുപോയി നബിയെ. ബിലാലിന്റെ മുഖത്ത് നോക്കി കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുപോയി നബിയെ. കറുത്തവളുടെ മകനെ എന്ന് മഹാനരായ ബിലാലിന്റെ മുഖത്ത് നോക്കി ഞാൻ അറിയാതെ വിളിച്ചുപോയി നബിയെ. അബൂദർറിൽ ഗിഫാരി വലിയ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട അബൂദർറിൽ ഗിഫാരി തങ്ങൾ നബി തങ്ങളോട് പറയുകയാണ്, അറിയാതെ പറ്റിപ്പോയി നബിയെ. അതിനുശേഷം ബിലാൽ എന്നോട് മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനം വരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ, ഓ അബൂദർറേ, ജാഹിലിയത്തിന്റെ അംശം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ അബൂദർറേ? ജാഹിലിയത്തിലല്ലേ ഈ പരസ്പരമുള്ള പരിഹാസങ്ങളും ഉമ്മയെ ഉപ്പയെ ഗോത്രങ്ങളെ വർഗങ്ങളെ വർണ്ണങ്ങളെ വേർതിരിച്ചുകൊണ്ടുള്ള ഈ കളിയാക്കലുകൾ ഉണ്ടായിരുന്നത്? ജാഹിലിയത്തിലല്ലയോ അബൂദർറേ? ആ സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയാണോ? മാപ്പ് ചോദിക്കൂ അബൂദർറേ, ബിലാലിനോട് മാപ്പ് പറയൂ അബൂദർറിൽ ഗിഫാരി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്തവളുടെ മകനെ, കറുത്തവന്റെ മകനെ എന്ന് വിളിച്ച പ്രമേയം ആലോചിച്ചു നോക്കൂ. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ ഗൗരവം. ആളുകളുടെ കുറവുകൾ പറഞ്ഞ്, ഗോത്രം പറഞ്ഞ്, വർഗം പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, കുടുംബം പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞൊക്കെ പരിഹസിക്കുന്ന ഈ ശൈലി ജഹാലത്തിന്റെ ജാഹിലിയത്തിന്റെ ബാക്കിയല്ലേ? അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടോ അബൂദർറേ? പോയി മാപ്പ് പറയൂ. ബഹുമാനപ്പെട്ട അബൂദർറിൽ ഗിഫാരി എന്ന സ്വഹാബി ബിലാലിനെ തേടി നടക്കുകയാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ബിലാലിനെ കാണുന്നു. ബിലാൽ, ബിലാൽ, നിങ്ങളുടെ കാലെടുത്ത് അബൂദറിന്റെ മുഖത്തൊന്ന് ചവിട്ടുമോ ബിലാൽ? ബിലാലേ, നിങ്ങളെ ഞാൻ അറിയാതെ പരിഹസിച്ചു പോയതല്ലേ ബിലാൽ? നിങ്ങളുടെ കാലുകൊണ്ട് അബൂദറിന്റെ മുഖത്തൊന്ന് ചവിട്ടുമോ ബിലാലേ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിന്? നിങ്ങളെ പരിഹസിച്ചു പോയിട്ടുണ്ട്, ഞാനത് പൊരുത്തപ്പെട്ടു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വലിയൊരു പാഠം പഠിപ്പിച്ചു തരാൻ. അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സയ്യിദുനാ ബിലാലിനോട് മാപ്പ് ചോദിക്കാണ്. നിങ്ങൾ എന്റെ സഹോദരനല്ലേ, ഞാൻ എന്തിനാണ് പിന്നെ നിങ്ങളോട് നിങ്ങളുടെ മുഖത്ത് ചവിട്ടുന്നത്? കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, പക്ഷേ ഞാനിതാ അത് പൊരുത്തപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെ ഒരു സ്ത്രീ നടക്കുമ്പോ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുറിയവൾ ഖസീറ എന്നൊരു പ്രയോഗം നടത്തി. ഷോർട്ട്, ചെറിയ ആള്, കുഞ്ഞാള്, നമ്മളൊക്കെ പറയുമല്ലോ, കൂനനായ മനുഷ്യൻ അല്ലെങ്കിൽ നീളം കുറഞ്ഞയാൾ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തിരുത്തി, ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് സമുദ്രത്തിൽ കലക്കിയാൽ പോലും ആ സമുദ്രം വിഷലിപ്തമാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കലക്കിയാൽ ആ സമുദ്രം പോലും വിഷമായി പോകും. അതുകൊണ്ട് ആ വാക്ക് പിൻവലിക്കൂ, മാപ്പ് പറയൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ തിരുത്തിയ സംഭവം മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടെയാകണം. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്.
പരിഹസിച്ചുകൊണ്ടുള്ള പേരുകൾ വിളിക്കരുത് എന്ന് അതേ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. പല ആളുകൾക്കും പല പരിഹാസ പേരുകൾ ഉണ്ടാവും. അത് വിളിച്ചാൽ അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായും അത് വിളിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആരാണ് വലിയവരെന്നറിയില്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരിഹാസത്തിന്റെ പേരുകൾ വിളിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസത്തിന്റെ പേരുകൾ വിളിക്കുന്ന ശൈലി നിങ്ങൾക്കുണ്ടാകരുത്. അങ്ങനെയൊക്കെ ജീവിച്ചാലോ വമല്ലം യതുബു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഇങ്ങനൊക്കെ പേരൊക്കെ വിളിച്ച്, ഒരാൾ പൊരുത്തപ്പെടാത്ത പേര് അയാളെ വിളിച്ച്, ഒരാൾ പൊരുത്തപ്പെടാത്ത വർത്താനം അയാളെ പറഞ്ഞ്, അങ്ങനൊക്കെ ജീവിച്ച് തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അക്രമകാരികളുടെ പട്ടികയിൽ പെട്ടുപോകുമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ പരസ്പരം ഒരാൾക്ക് ഉൾക്കൊള്ളാനാകാത്ത പേരുകൾ വിളിക്കരുതെന്ന്, പരിഹസിക്കരുതെന്ന്, പരസ്പരം പരിഹാസ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം പൊരുത്തപ്പെടുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണങ്ങളല്ല, മറിച്ച് നാം അയാളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പരിഹാസ പേര് വിളിക്കുന്നു. അത് വിളിച്ചാൽ അയാൾക്ക് വേദനയാവും നമുക്കറിയാം, എന്നാലും നമ്മൾ അത് വിളിക്കും. അത് വിളിച്ചാൽ അയാൾക്ക് സങ്കടമാകുമെന്നറിയാം, അല്ലെങ്കിൽ അയാളുടെ ഒരു കുറവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നറിയാം. അയാൾക്ക് ഏതെങ്കിലും ഒരു കുറവുണ്ട്, ആ കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രയോഗങ്ങൾ നടത്തിയാൽ അക്രമകാരികളുടെ പട്ടികയിൽ പെട്ടുപോകുമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് നന്നാകാൻ അവസരം നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പെരുമാറ്റങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വീണ്ടും ആവർത്തിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്ം ഫലാ തജസ്സസൂ വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. നിങ്ങൾ ഊഹാപോഹങ്ങളെ വെടിഞ്ഞേക്കുക. പല കാര്യങ്ങളും ഊഹിച്ചെടുക്കുകയാണ്. അത് ഇങ്ങനെ ആയാൽ അങ്ങനെയാകൂലേ, അത് ഇപ്രകാരമായാൽ അങ്ങനെ ആകാനുള്ള സാധ്യതയല്ലേ ഉണ്ടാവുക. പലരും പല കഥകളും നെയ്തെടുക്കുകയാണ്. പല വിഷയങ്ങളും മനസ്സിലിട്ട് നമുക്ക് തോന്നുന്നത് പോലെ രൂപപ്പെടുത്തുകയാണ്. അരുതെന്ന് ഖുർആൻ. ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്ം ഫലാ തജസ്സസൂ. എത്ര മനോഹരമായ പാഠമാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അല്ലാഹുവിന്റെ കലാം പറയുകയാണ്, നിങ്ങൾ ഊഹത്തിൽ നിന്ന് വെടിഞ്ഞുകളയുക, ഊഹങ്ങൾ വെടിഞ്ഞുകളയുക. എന്തുകൊണ്ടാണെന്നറിയുമോ? പല ഊഹക്കഥകളും അത് കളവാണെന്ന് ഖുർആൻ. പലതും കളവാണ്, നെയ്തുവെച്ചതാണ്, നെയ്തെടുത്തതാണ്, ഉണ്ടാക്കിയതാണ്, മെനഞ്ഞുകെട്ടിയതാണ്. ഖൽബിന്റെ ഉള്ളിലിട്ട് എന്തൊക്കെയോ രൂപപ്പെടുത്തിയിട്ടത് വർത്തമാനമായി അവതരിപ്പിക്കാനുള്ളതല്ല, കവലകളിൽ വിളമ്പാനുള്ളതല്ല, ആളുകൂടുന്നിടത്ത് ചർച്ചയ്ക്ക് വെക്കാനുള്ളതല്ല. ഓ മുഅ്മിനേ, നീ മുഅ്മിനാണെങ്കിൽ നീ ഊഹാപോഹങ്ങളെ വെടിഞ്ഞുകളയൂ. പറഞ്ഞു തരുന്നു ഖുർആൻ. വിശ്വാസിയാണോ? ഊഹക്കഥകൾ ഉണ്ടാക്കുന്ന പണി അവസാനിപ്പിക്കൂ. പലതും പല ഊഹങ്ങളും തെറ്റാണ്. നിങ്ങൾ ഊഹിച്ചതുപോലെ ഒന്നുമാകില്ല കാര്യങ്ങൾ ഉണ്ടാവുക. അല്ലാഹുവിന്റെ കലാം നമ്മോട് പറയുകയാണ്, അതുകൊണ്ട് ഊഹങ്ങളെ വെടിഞ്ഞേക്കൂ. പലരെക്കുറിച്ചുള്ള പല ധാരണകളും തെറ്റാണ്, പല ഊഹങ്ങളും തെറ്റാണ്. അങ്ങനെ പല ഊഹങ്ങളും ധാരണകളും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ഊഹം, എന്നെ അയലത്തുകാരൻ സിഹർ ചെയ്യുന്നു എന്നങ്ങോട്ട് ഊഹിക്കുക. എൻ്റെ അയലത്തുകാരൻ എനിക്ക് സിഹർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് തീരുമാനിക്കുക.
എന്നിട്ട് അതിൽ കുറെ കഥകൾ ഇങ്ങനെ മെനഞ്ഞു വെക്കുക. അല്ലെങ്കിൽ സഹോദരങ്ങളായ ആളുകൾ എന്നെ തകർക്കാൻ പലതും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന പല ഊഹങ്ങളുമില്ലേ, അതൊക്കെ ഒന്ന് മാറ്റിവെച്ചേക്കൂ. ഊഹങ്ങളിൽ പലതും കളവാണ്, ഊഹങ്ങളിൽ പലതും അധികവും കളവാണ്. എന്നിട്ട് ആ ഊഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ ജനങ്ങൾ ശത്രുക്കളാവും, മനുഷ്യന്മാര് ശത്രുക്കളാകും. അതുകൊണ്ട് അല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രേരിപ്പിക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഊഹിക്കുക എന്നുള്ളത് വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവായ പ്രവർത്തനമാണ്. ഒരാൾ പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് ബാക്കി ഞാനങ്ങോട്ട് ഊഹിച്ചു, ഇതൊക്കെ ഇങ്ങനെ ആകാനാണ് സാധ്യത. ഊഹങ്ങൾ കളവാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇതിനെ എടുത്തു പറയുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്, ഓ വിശ്വാസികളെ, നിങ്ങൾ ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസു. വളരെ മനോഹരമായ ഒരു പ്രമേയത്തിലേക്ക് ഖുർആൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഊഹങ്ങളൊക്കെ കളഞ്ഞേക്കും. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്, ചുഴിഞ്ഞ് അന്വേഷിക്കരുത്. വലാ തജസ്സസു, എന്തായിരിക്കും എന്നാൽ അവിടെ നടന്നിട്ടുണ്ടാവുക, എന്തായിരിക്കും ആ വീട്ടിൽ നടന്നിട്ടുണ്ടാവുക, എന്തായിരിക്കും ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ടാവുക, എന്തായിരിക്കും ആ കമ്പനിയിൽ നടന്നിട്ടുണ്ടാവുക, എന്തായിരിക്കും പള്ളിയിൽ നടന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ചുഴിഞ്ഞ് അന്വേഷിക്കുന്നവരെ വലാ തജസ്സസു, നിങ്ങൾ ഒരിക്കലും അത്തരം പ്രവർത്തനം ചെയ്യരുതെന്ന് ഖുർആൻ. ഒരാളിന്റെയും തിന്മ തേടി നടക്കരുത്, ഒരാളിന്റെയും തിന്മ അന്വേഷിച്ച് നടക്കരുത്, ഒരാളിന്റെയും ന്യൂനത അറിയാൻ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. സയ്യിദുനാ ഇമാമുൽ ആദം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഒരു വലിയ കഴിവ് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഉളൂ ചെയ്യുമ്പോൾ ജനങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുമെന്നാണല്ലോ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അത് കാണാനുള്ള ഒരു കഴിവ് അവിടുത്തെ വിജ്ഞാനം കൊണ്ട്, മഅരിഫത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട്, വിലായത്ത് കൊണ്ട് എത്തപ്പെട്ട പദവിയിൽ അല്ലാഹു നൽകിയതാണ്. നമ്മൾ കാണാത്തത് പലതും അവർ കാണുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ ഉളു എടുക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ആൾ ഉളു എടുക്കുമ്പോൾ പാപങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് കണ്ട ഉടനെ കൈനീട്ടി റബ്ബിനോട് പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് ആവശ്യമില്ല, എനിക്ക് ജനങ്ങളുടെ തെറ്റുകൾ കാണാൻ ആവശ്യമില്ല, ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് എൻ്റെ ഈ കഴിവ് നീ തിരിച്ചെടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ദുആയാണ്, എനിക്ക് ജനങ്ങളെ ഒരു കുറ്റവും കാണാൻ ആഗ്രഹമില്ല റബ്ബേ, അതുകൊണ്ട് നീ തിരിച്ചെടുക്കണേ എന്ന് മഹാനരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പൊ തെറ്റിദ്ധാരണകൾ കൽബിൽ വെച്ചുകൊണ്ട് നടക്കരുത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഗ്ളുകും ബഗ്ളാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ചിലരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് നിങ്ങൾ ദുഷിപ്പ് പറയാൻ പാടില്ല. അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ സഹോദരന്റെ ശരീരം, അവന്റെ മയ്യത്തിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഭക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? നിങ്ങൾ അതിനെ വെറുക്കുകയില്ലേ? ആ വെറുപ്പ് പോലെയാകണം മറ്റൊരാളുടെ അഭാവത്തിൽ അയാളെ കുറിച്ച് വർത്തമാനം പറയാന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ പ്രയോഗങ്ങളൊക്കെ എത്ര മനോഹരാണ്. പണ്ടൊരു മനുഷ്യൻ കുളിക്കാൻ വേണ്ടി കുളിക്കടവിലേക്ക് പോയി. കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന്റെ ഇടയിൽ വായയിൽ നിന്നൊരു തൂവൽ പുറത്തേക്ക് വന്നു. അത്ഭുതപ്പെട്ടു പോയി. വായയിൽ നിന്നൊരു കടുകോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടമൊക്കെ വന്നാലേ നമുക്ക് ഊഹിക്കാം. ഒരു തൂവല് പുറത്തേക്ക് വന്നപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചവനെ, ഇതെങ്ങനെ വന്നു? ആലോചിച്ച് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ആരോടും പറയരുത്. ഞാൻ ഇന്ന് കുളിച്ചു കയറിയപ്പോ വായയിൽ നിന്നൊരു തൂവല് വന്നു. ആ തൂവല് കാണിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് ഇത് മറ്റാരോടും പറയാതിരിക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത അയൽവാസിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അയാൾ കുളിക്കാൻ പോവാണ്. കുളിക്കാൻ ഇറങ്ങി നടന്നു പോകുന്നതിന്റെ ഇടയിൽ ആളുകൾ കവലയിൽ നിന്ന് ചോദിച്ചു, അല്ല, ഇന്നലെ കുളിച്ചു കഴിഞ്ഞപ്പോ വായിന്നൊരു കിളി പറന്നുപോയി എന്ന് കേട്ടത് ശരിയാണെന്ന്? ഇന്നലെ കുളിച്ചു കഴിഞ്ഞപ്പോ വായിന്ന് ഒരു കിളി പറന്നുപോയി എന്ന് കേട്ടത് ശരിയാണോ? അയാൾ ആലോചിച്ചു, പടച്ചോനെ, ഒരു തൂവലാകെ കിട്ടിയത്,
ഞാനത് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ അയലത്തുകാരിയോട് പറഞ്ഞു, അവൾ അടുത്ത ആളോട് പറഞ്ഞു. അവർ ചർച്ച ചെയ്യേണ്ടടുത്തൊക്കെ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ വായിന്ന് കിളി പറന്നുപോയി എന്നുള്ള കഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതുപോലെയാണ് പല വിചാരങ്ങളും തെറ്റാണ്, പല ഊഹങ്ങളും പല കഥകളും പല ഇല്ലാ കഥകളും, ഇതൊക്കെയും തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരാളുടെയും ന്യൂനത അന്വേഷിക്കാൻ അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ആരാണ് മുസ്ലിം? പേരുകൊണ്ട് മുസ്ലിം അല്ല, പേരുകൊണ്ട് പല ആളുകൾക്കും പല പേരുകൾ ഉണ്ടാവും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്റെ നാവിൽ നിന്നും നിന്റെ കയ്യിൽ നിന്നും മറ്റുള്ള ആളുകൾ രക്ഷപ്പെടണം, അപ്പോഴാണ് നീ മുസ്ലിം ആവുക. നിന്റെ നാവ് കൊണ്ട് നിന്റെ കൈ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ദ്രോഹം ഇല്ലാതിരിക്കണം. നിന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ നീ ദ്രോഹിക്കുന്നുണ്ടോ, മുസ്ലിം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ പ്രയാസാണ്. നിന്റെ കൈ കൊണ്ട് നീ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നുണ്ടോ, മുസൽമാനാണെന്ന് പറയാനുള്ള കൂട്ടത്തിൽ നിന്നെ കൂട്ടാൻ പ്രയാസമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെട്ടാൽ അവനാണ് മുസ്ലിം എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ നാവും നമ്മുടെ വർത്താനവും നമ്മുടെ ഇടപാടും നമ്മുടെ ചിന്തകളും ഒക്കെ എങ്ങനെ ആകണമെന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്. ഇന്ന് 3 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. പരസ്പരം പരിഹസിക്കാൻ പാടില്ല, പരിഹാസ പേരുകൾ വിളിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉപദേശിക്കുന്നു, ഊഹാപോഹങ്ങളെ വെടിഞ്ഞു കളയുക. ഊഹങ്ങളിൽ അധികവും കളവാണ്. ഊഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുതേ എന്ന് ഖുർആനിന്റെ പ്രയോഗം. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചുഴിഞ്ഞ് അന്വേഷിക്കുന്നവരോ ആയി മാറരുതേ ഓ മുഅ്മിനീങ്ങളെ എന്ന് പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി അതിന്റെ ജീവിത പ്രമേയത്തെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നന്മയാണ് ഉണ്ടാകേണ്ടത്. ഒരു തിന്മയും നമ്മുടെ ചിന്തകളിൽ കടന്നു വരരുത്. ഒരാളെക്കുറിച്ചും മോശപ്പെട്ട ഒരു വിചാരം നമ്മുടെ കൽബിൽ ഉണ്ടാകരുത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മെ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. ഒരാളെക്കുറിച്ചും മോശപ്പെട്ട ഒരു ചിന്തയോ ഒരു വിചാരമോ നമ്മുടെ കൽബുകളിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മളെപ്പോഴും താഴ്മയുടെ ചിന്തയുള്ളവരാവുക. നമ്മളെപ്പോഴും അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുന്നവരാവുക. നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ നമ്മുടെ നാവും നമ്മുടെ കേൾവിയും നാം ഉപയോഗപ്പെടുത്തുമ്പോൾ 2 വട്ടം ആലോചിക്കുക. അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാണോ അല്ലയോ എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ മുഅ്മിനീങ്ങളാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ഈമാനുള്ളവരാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.